என்பதா இளமைத்து അലക്സേ അലക്സേ എന്തുവാടോ? അലക്സ് കുട്ടി കാര്യം പറയണോ? ദോ എന്തുവാ വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുവാ, കൊണ്ടുവരാ. കൊണ്ടുവന്നു. എന്തുവാ നോക്കുന്നത്? പോയാ ഗിയർ ബോക്സ് ഗിയർ ബോക്സോ? മാഡം, ഗിയർ ബോക്സ് ഞാൻ ചെക്ക് ചെയ്താണല്ലോ. ആ ബെൻസ് കാറിന്ന് ഡെലിവറി കൊടുക്കാനുള്ളതല്ലേ? പോയി നോക്കണോ? കൊറേ നേരമായല്ലോ, തീർന്നില്ലേ? പണി ചെയ്തോണ്ടിരിക്കില്ല. എളുപ്പം ചെയ്യ്. ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും പരാതിയാ. അലക്സ്, എനിക്ക് വേണ്ട. കാറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ടേര്, കറക്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുതരാം. അതെ, ആ ജാക്കറ്റിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതങ്ങ് കൊടുത്തിട്ട് വേണം. ഇവനെ എന്ത് ചെയ്യണം? മേസ്ത്രി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നാടകം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അലക്സ് കുട്ടി എന്തായി പറയുന്നേ? ഈ നാടകം നിന്റെ സ്വപ്നമായിരുന്നില്ലേ? എന്റെ സ്വപ്നമെല്ലാം നല്ല ശകുനം. നിന്റെ റിഹേഴ്സൽ വേണ്ട. മോള് വിഷമിക്കാതെ. എനിക്ക് അവന്റെ മനസ്സ് നന്നായിട്ടറിയാം. അവന്റെ ഉള്ളിൽ നീയാണ്. അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോള് ധൈര്യമായിട്ട് ചെല്ലു. ആ, എനിക്ക് അലക്സിനോടൊരു കാര്യം. എനിക്കൊന്നും കേക്കണ്ട. സോറി, ഞാൻ ചെയ്തതെല്ലാം അലക്സിനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഐ എം റിയലി സോറി. ഓ ശരി. പ്ലീസ് അലക്സ്, വീട്ടിൽ പോണം പ്ലീസ്. അലക്സ്, അലക്സ് നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. Why don't you understand me? അലക്സിനറിയോ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം, എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ്. പുതിയ നമ്പർ കൊള്ളാം. ആ, നമ്പറൊന്നുമല്ല. റിയലി ഐ ലവ് യു. I still love you, Alex. ദ്രോഹി, വഞ്ചക, പ്രേമാതുരയായ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച നീ ഒരു പുരുഷനാണോടാ? ഒരു മനുഷ്യനാണോടാ? നിർത്ത്. യു ടോക്കിംഗ് ടു മീ? യെസ്. ഓക്കെ. ലുക്ക് അലക്സ്, ഒരു പെൺകുട്ടി ഒരാളെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്ന മര്യാദയാണോ? അത് പിന്നെ ഒരു മിനിറ്റ് അനങ്ങനെ പറഞ്ഞ എവിടാ നമ്മൾ നിർത്തിയത്?
അവക്ക് തോന്നുമ്പോ പ്രേമമാണെന്ന് പറയാനും, അല്ലാത്തപ്പം അല്ലാന്ന് പറയുമ്പോ കേൾക്കാൻ ഞാൻ ആര്? അവളുടെ കളിപ്പിള്ളയാ. അപ്പൊ നിനക്ക് അവളോട് ഇഷ്ടമില്ലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇഷ്ടമാണ്. പക്ഷെ വെളിയിലല്ല, ഉള്ളിൽ. അലക്സിന്റെ ഉള്ളി മാത്രം. അതറിഞ്ഞാ മതിയല്ലേ? സോ ഗുഡ് നൈറ്റ്. പോയി കിടന്നു ഉറങ്ങടാ. ഉറങ്ങല്ലേ? ആര്യപുത്ര, ഈ തപോവനത്തിലെ വനകന്യകയെ പറയൂ. ഒന്ന് പറയണം ചേച്ചി. ഈ തപോവന ഭൂവിലെ വനകന്യക. ഇവരെ ഡയലോഗ് പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഹേമമാലിനി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ് ഓരോന്നിനെ വിളിച്ചോണ്ടിരും. ഇതിന്റെയൊക്കെ കോപ്രായം കണ്ട നാട്ടുകാർ നമ്മളെ സ്റ്റേജിൽ കയറി തല്ലും. ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ഇനി ഇത്ര തൊഴിക്കണ്ട. ഇനി 10 ദിവസമേ ഉള്ളൂ നാടകത്തിന്. ഇവിടുമാരെ വെച്ച് നമ്മൾ എന്തോ ചെയ്യും? ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്ത്. നീ ശൗന്ദര്യയുടെ കാര്യം എനിക്ക് വിട്ടേരെ. നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് വാ. നമ്മുടെ നാടകം കലക്കും. അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും? ഞാനല്ലേ കണ്ണു അവിടെ തന്ത, ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ആ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്റെ അമ്മയാണ് സത്യം. അത് സംഭവിക്കും. അലക്സ് കുട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നാ പോ. ഇവളുമാര് എന്നെയും കൊണ്ട് പോ. ശ്രീമോളെ, മോള് മേസ്ത്രിയുടെ ഭീഷ്മ ശപഥം കേട്ടല്ലോ. ചതിക്കരുത്. ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നെ കണ്ട അലക്സ് അഭിനയിക്കൂ? അതിനെപ്പറ്റി മോള് വിഷമിക്കണ്ട. അവൻ അഭിനയിച്ചില്ലെങ്കിൽ അവന്റെ അപ്പം പാപ്പാൻ സ്റ്റേജിൽ കയറുമെന്ന് അഭിനയിക്കും. അതല്ല പ്രശ്നം. മോള് നാടകത്തിന് എങ്ങനെ എത്തും? വീട്ടിൽ സമ്മതിക്കുവോ? അതിന് മേസ്ത്രി വിഷമിക്കണ്ട. ഞാൻ മാർഗം കണ്ടിട്ടുണ്ട്. എന്താ മോളെ? എന്താ എന്തു പറ്റി? ഞാൻ നമ്മുടെ ശാരദാന്റെ സ്വപ്നം കണ്ടു. ഞാനും ശാരദാന്റെയും കൂടി അമ്പലത്തിൽ പോവായിരുന്നു. പെട്ടെന്ന് ശാരദാന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായി. അച്ഛ എനിക്ക് ഇപ്പൊ ആന്റിയെ കാണണം അച്ഛ. അതിനിപ്പോ ഓപ്പോളങ്ങ് ആലുവയിലല്ലേ മോളെ? എന്തായാലും ശരി, എനിക്ക് കാണണം പ്ലീസ്. എന്നാൽ ലക്ഷ്മിയും കൂട്ടി ശ്രീമോള് നാളെ തന്നെ നാട്ടിലേക്ക് പോട്ടെ. ഇവള് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? വേണ്ട അച്ഛാ, ഞാൻ നാൻസിയും കൂട്ടി പോയിക്കോളാം. ശളകുന്തള എത്തിയിട്ടോ ആശ്വാസമായി. ഞാൻ സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം പോയി മേക്കപ്പെട്. വേഗം ഒന്ന് വേഗം ചെന്ന് മേക്കപ്പെട്. ശകുന്തള വന്നോ? വരും. ഒരു റൗണ്ട് കൂടി അമ്പ് ചെയ്തിട്ട് വാ. ശകുന്തള ഇപ്പൊ വരും. അവിടെ കുതിര ഓടിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് ദേവി, വേഗം റെഡിയാവൂ. അയ്യോ, അവിടെ കുതിര. ഹലോ അങ്കിൾ, ഇത് നാൻസിയാണ്. ശ്രീദേവി എന്ന് വിളിക്കൂ. മോള് ശ്രീദേവിയോടെ പോയില്ലേ? എവിടെ? ഞാൻ അങ്ങോട്ട് വരാം. ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ? ഏത്? രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ വണ്ടി എന്നെ വിട്ട് മാറുന്നില്ലേ? വണ്ട് എന്നെ വിട്ട് മാറുന്നില്ലല്ലോ. ശ്രീദേവി ശകുന്തളയായിട്ട് കലക്കി. അലക്സ് കുട്ടി തന്നെയല്ലേ ശകുന്തളയെ കൊണ്ടുവന്ന്? രണ്ടുപേരും കൂടിയുള്ള ഒരു അഭിനയം എന്തുവായിരുന്നു? വേണ്ട. എന്നാലും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും അലക്സ് ഒരു നല്ല വാക്ക് പോലും പറയാതെ ദേഷ്യപ്പെട്ടില്ലേ? നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് നാടകം കളിച്ചു കഴിഞ്ഞാ അലക്സിന് എന്നോട് ഇഷ്ടമാവുന്ന്? എന്നിട്ടിപ്പോ മോള് വിഷമിക്കാതെ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അലക്സ് അങ്ങനെ വല്ലതും പെട്ടെന്നൊരു ദേഷ്യത്തിലല്ല. ഇങ്ങനെയുണ്ടോ ഒരു നാടകം കളി? നാടകം വെച്ചാൽ വെറും അഭിനയമാണ്. അല്ല, ദേഹത്ത് കയറി പിടിച്ചിങ്ങനെ അങ്ങനെയല്ല അഭിനയിക്കേണ്ടത്. ഓരോ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. നാളെ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആര് സമാധാനം പറയും? ഞാൻ ശാരദാന്റിയുടെ വീട്ടിൽ പോയിന്ന് കരുതിക്കോളും. ശാരദാന്റിയുടെ വീട്ടിൽ പോയിന്ന് അവിടെ എത്തിയിട്ടില്ലെന്നറിഞ്ഞ? അലക്സ് കുട്ടി, നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവളെ കരയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് വിടാൻ നോക്ക്. സമയമായി. ഓ